എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ന്യൂ ജനറേഷൻ പിള്ളേർ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ആരാധനാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ പള്ളികളിലേക്കൊക്കെ പോകാൻ മടിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അതിനകത്ത് കുറേ വെള്ളയിട്ട് വന്നിരുന്ന് കുറച്ച് പേരുണ്ട്. ഉപദേശിക്കാൻ വേണ്ടിയിരിക്കുന്ന കുറച്ച് ടീമുകൾ. നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയും. നമ്മളിടുന്ന ഡ്രസ്സിന് കുറ്റം പറയും, നമ്മൾ ആരാധിക്കുന്നതിന് കുറ്റം പറയും, നമ്മൾ അങ്ങോട്ട് നോക്കുന്നതിന് കുറ്റം, ഇങ്ങോട്ട് നോക്കുന്നതിന് കുറ്റം, നടക്കുന്നതിന് കുറ്റം, ഇരിക്കുന്നതിന് കുറ്റം, കിടക്കുന്നതിന് കുറ്റം, സകല കാര്യങ്ങൾക്കും കുറ്റം പറയാൻ വേണ്ടി ചില ടീമുകൾ ഇങ്ങനെ വേര് പിടിച്ച് വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവരാണ് ഇന്ന് മിക്കപ്പോഴും പള്ളികളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുവാനുള്ള കാരണം. ഓർക്കുക, ഈ കഴിഞ്ഞ ഇടയ്ക്കല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ആൻറ്റി എന്നോട്, ഞാനൊരു ചർച്ചിൽ പോയത്, അപ്പം ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് ഞാനൊരു ചർച്ചിൽ പോയതാണ്. അപ്പം ഞാനൊരു ഉടുപ്പിട്ടു. ആ ഉടുപ്പ് ഇച്ചിരി കടും കളറിലുള്ള ഉടുപ്പായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, നമ്മുടെ ചർച്ചിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഉടുപ്പുകളൊക്കെ ഇടാവോ? നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് വെള്ളയൊക്കെ ഇട്ടിട്ട് വരാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആൻറ്റി ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ആൻറ്റിയുടെ കയ്യിലോട്ട് അങ്ങ് തരാം. എന്നിട്ട് ആൻറ്റി കുറച്ച് പൈസ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടും. എന്നിട്ട് ആൻറ്റിക്ക് ഇഷ്ടമുള്ള വിധത്തിലുള്ള കുറച്ച് ഉടുപ്പുകൾ ഞാൻ മേടിച്ചിട്ട് ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അതോടെ ഈ പുള്ളിക്കാരത്തി എന്നെ ഉപദേശിക്കുന്നത് നിർത്തി, പിന്നെ ബാക്കിയുള്ളവരെയും ഒക്കെ ഉപദേശിക്കുന്ന പരിപാടി നിർത്തിയെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരത്തിൻ്റെ കഥ എടുത്താലോ, കുടുംബത്തിൻ്റെ കഥ എടുത്താലോ, മരുമകൾ വേറെ വീട്ടിലും മരുമകൻ, അതായത് ഇവരുടെ മകൻ ഇവരുടെ കൂട്ടത്തിലും ഉണ്ട്. ഓർക്കുക, സ്വന്തം കുടുംബത്തെ നന്നാക്കാൻ അറിയാത്ത ഇവരാണ് നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് വലിയൊരു തമാശ എന്ന് പറയുന്നത്. ഓർക്കുക, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്നെ ആരെങ്കിലും ഉപദേശിക്കാൻ വന്നാൽ ഞാൻ എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കാറില്ല. ചില ഉപദേശങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കത്തുള്ളൂ. അതിനൊരു കാരണമുണ്ട്. ഞാൻ സ്വീകരിക്കുന്ന ഉപദേശം ഏതാണെന്ന് വെച്ചാൽ ആ വ്യക്തിയുമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ആത്മബന്ധമുണ്ടായിരിക്കണം. അതല്ല എങ്കിൽ എൻ്റെ കഷ്ടതയിൽ എന്നെ സഹായിച്ച ആളായിരിക്കണം. അതല്ലെങ്കിൽ ഞാൻ തകർന്നപ്പോൾ എന്നെ താങ്ങിയ ആളായിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളായിരിക്കണം. ഇതൊന്നുമല്ലാതെ എന്നെ ഉപദേശിക്കാൻ ആരെങ്കിലും വന്നാൽ പോയിട്ട് പണി നോക്കാൻ ഞാൻ പറയും. പക്ഷേ എല്ലാവർക്കും അങ്ങനെ മറുപടി പറയാനുള്ളൊരു തൻ്റെ ഇടം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ, മറുപടി പറയാൻ അറിയാൻ മേലാത്തവർ എന്ത് ചെയ്യും? ആ ചർച്ചിലോട്ടേ ഇനി പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്ന എത്രയോ യുവതലമുറകളുണ്ടെന്ന് ഓർക്കുക. നമ്മൾ ഉപദേശിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾക്ക് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഓർക്കുക. ഇല്ല എങ്കിൽ മര്യാദയ്ക്ക് സ്വന്തം വീട്ടിലെ കാര്യം നോക്കിയിരിക്കുന്നതായിരിക്കും ബുദ്ധി. മറ്റുള്ള യുവതലമുറകൾ ചർച്ചിലോട്ട് വരുന്നതിനെ തടയാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു ബന്ധവുമില്ലാത്ത വ്യക്തികൾ ഉപദേശിക്കാൻ ചെന്നാൽ അത് സ്വീകരിക്കാൻ ആരും തയ്യാറാകണമെന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആദ്യം അവനവൻ്റെ കുടുംബത്തിൽ ഉപദേശം നടത്തുക, എന്നിട്ട് പള്ളിയിലോട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.